ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും റിവ്യൂ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ ബ്രഹ്മദേവ്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ പാർട്ട് 3. അപ്പോൾ സോളാറിൻ്റെ പാർട്ട് 3 വേർഷനാണ്. അപ്പോൾ പാർട്ട് 3ൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത് ഇൻവെർട്ടറിനെ പറ്റിയാണ്. കാരണം ഒരു സാധാരണക്കാരന് എങ്ങനെ അയാൾക്ക് അല്ലെങ്കിൽ ആ വ്യക്തിക്ക് അനുയോജ്യമായ ഒരു ഇൻവെർട്ടർ തിരഞ്ഞെടുക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും സോളാർ വയ്ക്കാൻ പോകുന്നവർ അല്ലെങ്കിൽ ഒരു ഇൻവെർട്ടർ ബാക്കപ്പിന് വേണ്ടി വയ്ക്കാൻ പോകുന്ന ഇൻവെർട്ടർ എങ്ങനെ ഏതാണെങ്കിലും അവർക്ക് തീർച്ചയായും ഒരു ഉപകാരപ്രദമായൊരു വീഡിയോ ആയിരിക്കും. അതുപോലെ തന്നെ ഏത് ബാറ്ററി സെലക്ട് ചെയ്യണം, ഏത് എത്ര ബാറ്ററി സെലക്ട് ചെയ്യണം, അങ്ങനെ എല്ലാ ഡീറ്റെയിൽസ് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായും വീഡിയോ കാണണം. വീഡിയോ ഇഷ്ടപ്പെട്ട് തന്നെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യാൻ മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇൻവെർട്ടർ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് എത്ര ലോഡ് ഉണ്ട്, നമ്മൾ എത്ര റൂമിൽ എത്ര ഫാൻ കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം ആ ഒരു ടോട്ടൽ ലോഡിൻ്റെ 50% എക്സ്ട്രാ ലോഡ് നമ്മൾ കണ്ടിട്ട് വേണം നമ്മൾ ഇൻവെർട്ടർ സെലക്ട് ചെയ്യാൻ. അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ 2500 kVയുടെ ആണെങ്കിൽ 0.8 കൊണ്ട് നമ്മൾ പവർ ഫാക്ടർ കുറച്ചിട്ട് 2000 വാട്ട്സ് കിട്ടി. അപ്പോൾ 2000 വാട്ട്സാണ് കിട്ടിയെങ്കിൽ നമുക്കൊരു 1000 വാട്ട്സ് നമുക്ക് ലോഡുണ്ട്. ഒരു 1000 വാട്ട്സ് ലോഡാണെങ്കിൽ ഒരു 1200 1300 വാട്ട്സ് ലോഡാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മാക്സിമം സേഫ് ഒരു 50% ഒരു 60% കണ്ടു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1000 വാട്ട്സ് ലോഡിന് 2.5 kVയുടെ ഇൻവെർട്ടർ ആകുമ്പോൾ നമുക്ക് ഇൻവെർട്ടറും ബാറ്ററിയും നല്ല ലൈഫ് കിട്ടും. പക്ഷേ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാവരുടെയും തെറ്റിദ്ധാരണയും എല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മൾ 2500 kVയുടെ ഇൻവെർട്ടർ എടുത്തിട്ട് നമ്മളൊരു 2000-2900 വാട്ട്സ് അല്ലെങ്കിൽ ലോഡ് ചെയ്യും. അപ്പോൾ ഇൻവെർട്ടർ ആണെങ്കിൽ ആ ലോഡ് എടുക്കാനും ഒരു മൂളിച്ചും അതുപോലെ തന്നെ ബാറ്ററി പെട്ടെന്ന് ഡിസ്ചാർജ് ആവും. അപ്പോൾ നമ്മുടെ അവിടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ അതിനൊക്കെ പറ്റി ഞാൻ പറയാം. അപ്പോൾ ബാറ്ററിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ഓവറായിട്ട് ഡിസ്ചാർജ് എന്നിട്ട് പെട്ടെന്ന് കറണ്ട് വലിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇൻവെർട്ടറിനും ഭയങ്കര സ്ട്രെയിനാണ്, ബാറ്ററിയും കംപ്ലൈൻ്റ് ആവും, ലോഡും വരും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് മാക്സിമം ലോഡ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ലോഡിൻ്റെ 50-60% അല്ലെങ്കിൽ ഒരു 40% എക്സ്ട്രാ കൂടിയ ഇൻവെർട്ടർ വേണം നമ്മൾ എടുക്കാൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇപ്പോൾ ഓൾറെഡി ഉള്ള ഇൻവെർട്ടേഴ്സിലൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചിട്ടുണ്ട്, പെട്ടെന്ന് ബാറ്ററിയുടെ വെള്ളം ഡ്രെയിനായി പോകും അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ വെള്ളം ഇതാവും. അത് ഓവറായിട്ട് ഡിസ്ചാർജും ഓവറായിട്ട് ചാർജിങ് വരുന്നത് കൊണ്ടാണ് ബാറ്ററിയുടെ വെള്ളം പെട്ടെന്ന് ഡ്രൈ ആയിട്ട് പോകുന്നത്. ഹൈ ഗ്രാവിറ്റി വരുന്നത് കൊണ്ടാണ് അങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം നമ്മൾ ചാർജ് ചെയ്യണതും അതുപോലെ തന്നെ ഡിസ്ചാർജ് ചെയ്യുന്നതും ബാറ്ററി റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ C20 എന്ന ബാറ്ററി എന്ന് പറയുന്നത്, ബാറ്ററീനെ പറ്റി ഞാൻ ജസ്റ്റ് പറഞ്ഞു. അപ്പോൾ നമ്മൾ ബാറ്ററീനെ പറ്റി പറയുമ്പോൾ തന്നെ ബാറ്ററിയിൽ തന്നെ ഇപ്പോൾ നമ്മുടെ 2 ടൈപ്പ് ബാറ്ററി ഉണ്ട്. കാരണം C20 ഉണ്ട്, C10 ഉണ്ട്, പിന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ലിഥിയം ബാറ്ററികൾ വരുന്നുണ്ട്, C5 ഒക്കെ ആയിട്ട്. അപ്പോൾ C20 എന്ന് പറയുന്നതും C10 എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, 20 മണിക്കൂർ കൊണ്ട് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് C20 എന്ന് പറയുന്നത്. C10 എന്ന് പറയുന്നത് 20 മണിക്കൂർ 10 മണിക്കൂർ കൊണ്ട് ബാറ്ററി ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറയുന്നത് C10 എന്ന് പറയുന്നത്. അതിപ്പോൾ C5 ആണെങ്കിൽ അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ഒക്കെ ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. ഇപ്പോൾ ലേറ്റസ്റ്റ് മറ്റേ ബാറ്ററി വണ്ടി EVസിലൊക്കെ യൂസ് ചെയ്യുന്ന അത്രയും ഡിസ്ചാർജും ചാർജിങ്ങും ഒക്കെ ഫാസ്റ്റായിട്ടുള്ള ബാറ്ററീസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ ഈ ബാറ്ററികളൊക്കെ പെട്ടെന്ന് ഡ്രെയിനായി പോകുന്നത് നമ്മൾ ഓവറായിട്ട് ഡിസ്ചാർജ് ചെയ്യുന്നത്, ഓവറായിട്ട് ചാർജ്. അപ്പോൾ കൂടുതൽ ഒരു പ്രൊമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് സ്റ്റൈൽ വരുന്നത് കോപ്പർ ഇൻവെർട്ടറുകൾ അല്ലെങ്കിൽ കോപ്പർ ട്രാൻസ്ഫോമർ വരുന്ന ഇൻവെർട്ടറുകൾ കൂടുതൽ നല്ലത് അലുമിനിയം വളരെ പൊട്ട എന്നിട്ടുള്ളൊരു അഭിപ്രായം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റഡിയിൽ എനിക്ക് കിട്ടിയൊരു അഭിപ്രായം എന്ന് പറയുന്നത് കോപ്പർ ഇൻവെർട്ടറുകളായാലും അലുമിനിയം ഇൻവെർട്ടറുകളായാലും ആ ചെയ്യുന്ന ട്രാൻസ്ഫോമർ അതിൻ്റേതായ രീതിയിൽ ചെയ്യുന്നത് തന്നെയുണ്ട്. അതൊരു വലിയ അപാകത നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ നമ്മൾ കോപ്പറിൽ ഒരു അതിലിടുന്ന തിക്നെസ് ആണെങ്കിൽ അലുമിനിയത്തിടുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി തിക്നെസ്സിലാണ് ഇടുക. പിന്നെ അതുപോലെ തന്നെ ഈ കോപ്പർ ആ ഒരു 2 മെറ്റലിലുള്ള ഡിഫറൻസ് ഉണ്ട്. കാരണം അലുമിനിയം കോപ്പറിനേക്കാളും കുറച്ചുകൂടി മെൽറ്റിംഗ് പോയിൻറ്റ് കൂടുതലാണ്, അതിൻ്റെ റെസിസ്റ്റൻസ് കമ്പാരിറ്റീവ്ലി ഡിഫറൻസ് ഉണ്ട്. അങ്ങനെ ആ ഒരു പ്രോപ്പർട്ടീസൊക്കെ വെച്ച് നോക്കുമ്പോൾ കോപ്പറാണ് നല്ലത്. പക്ഷെ കൂടുതൽ കമ്പനി ഇൻവെർട്ടറുകൾ അലുമിനിയത്തിലാണ് ഇറക്കുന്നത്. കാരണം അവരുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. പക്ഷെ നമ്മളൊരു പുറത്ത് ലോക്കലായിട്ട് ഒരു കോപ്പർ ഇൻവെർട്ടറുകൾ ചെയ്യാനാണ് പോയെങ്കിൽ റേറ്റും കാര്യങ്ങളും കൂടുതലാണ്. പക്ഷേ അതിൻ്റെ ക്വാളിറ്റി ഞാൻ പറഞ്ഞു, ഇതാണ് എൻ്റെ ക്വാളിറ്റി ഡിഫറൻസ്. പക്ഷേ ഒരിക്കലും അലുമിനിയം വൈൻഡിങ് ചെയ്യുന്ന ട്രാൻസ്ഫോമർ ഇൻവെർട്ടറുകൾ
പൊട്ടയാണെന്ന് നമുക്ക് കംപ്ലീറ്റ്ലി പറയാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഉണ്ടാക്കുന്ന മാനുഫാക്ചറിങ് സ്റ്റൈൽ അനുസരിച്ചാണ്. അതുപോലെ തന്നെ അതിൻ്റെ മെൽറ്റിങ്ങിൻ്റെ കാര്യങ്ങളുണ്ട്. പക്ഷേ ചില ലോഡും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോഴും കമ്പാരിറ്റീവ്ലി കോപ്പർ ഇൻവെർട്ടറുകൾ തന്നെയാണ് നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഞാൻ 1-2 വീഡിയോസിലൊക്കെ കണ്ടിരുന്നു, കൂടുതൽ അലുമിനിയം വൈൻഡിങ് ഇൻവെർട്ടറുകൾ കൂടുതൽ കറണ്ട് എടുക്കുന്നു, ലോഡ് എടുത്തില്ലെങ്കിലും കറണ്ട് എടുക്കുന്നു. ഇതുപോലെ തന്നെ എൻ്റെ ഒരു ലൂമിനസിൻ്റെ ഇൻവെർട്ടർ ഉണ്ട്, കോപ്പറിൻ്റെ പണ്ടത്തെ ഒരു മോഡലാണ്. ഞാൻ അതിൻ്റെ വീഡിയോസ് നെക്സ്റ്റ് ചെയ്യാം. ആ ഒരു ഇൻവെർട്ടറിലും ചെറിയൊരു കറണ്ടിൻ്റെ അംശം എടുക്കുന്നുണ്ട്, ഇൻവെർട്ടർ യൂസ് ചെയ്താലും യൂസ് ചെയ്തില്ലെങ്കിലും ആ ഒരു ഇതിനായിട്ടുള്ളത്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഇൻവെർട്ടറുകളും ചില ഇൻവെർട്ടർ എടുക്കും, ചില ഇൻവെർട്ടർ എടുക്കില്ല. പക്ഷേ നമ്മൾ ട്രാൻസ്ഫോമറെ പറ്റി പറയുമ്പോൾ കോപ്പർ ഇൻവെർട്ടർ ആയാലും അലുമിനിയം ഇൻവെർട്ടർ ആയാലും അതിൻ്റേതായ ഒരു ഫീച്ചർ അതിനുണ്ട്. കമ്പാരിറ്റീവ്ലി കോപ്പർ ട്രാൻസ്ഫോമർ ഇൻവെർട്ടറാണ് നല്ലത്. പക്ഷേ ഒരിക്കലും അലുമിനിയം പൊട്ടയാണെന്ന് നമ്മൾ ഒരിക്കലും പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ അത് ചെയ്യുന്ന വൈൻഡിങ് അതിനനുസരിച്ച് വൈൻഡിങ് കാര്യങ്ങളും ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. പക്ഷേ നമ്മളിപ്പോൾ ഒരു സിൽവറും അല്ലെങ്കിൽ ഗോൾഡും പറയണ പോലെ തന്നെ അതിൻ്റേതായ പ്രോപ്പർട്ടീസ് വ്യത്യാസം അതിനുണ്ട്. അതാണ് അതിൻ്റെ പ്രത്യേകതകളായിട്ട് വരുന്നത്. ഇൻബിൽഡ് ആയിട്ടുള്ള MPPT ഇൻവെർട്ടറുകളാണോ നല്ലത്, സെപ്പറേറ്റ് ആയിട്ട് ഇൻവെർട്ടർ MPPT വെക്കുന്നതാണോ നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഒരു അഭിപ്രായം ഇൻബിൽഡ് ആയിട്ടുള്ള MPPT ഇൻവെർട്ടറുകളാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടൊരു ഇൻവെർട്ടർ MPPT വെച്ച് കഴിഞ്ഞാൽ സോളാറിൽ നിന്നും വരുന്ന 1 കിലോവാട്ട് സോളാർ വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്നും വരുന്ന കറണ്ട് 24 വോൾട്ട് ബാറ്ററിയിൽ കണക്റ്റഡ് ആണെങ്കിൽ അതിൽ നിന്ന് വരുന്ന കറണ്ട് 35-40 ആംപിയർ ആയിരിക്കും കറണ്ട് വരുന്നത് പീക്ക് ടൈമിൽ. ആ പീക്ക് ടൈമിൽ കറണ്ട് വരുന്നത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാൻ വെച്ചിരിക്കുന്ന ബീക്കൺ ബാറ്ററി അതിൻ്റെ മാക്സിമം റെക്കമെൻഡഡ് ആയിട്ടുള്ള കറണ്ട് ചാർജിങ് കറണ്ട് പറയുന്നത് 10% ആണ് പറയുന്നത്. അപ്പോൾ ഒരു 220 AH ബാറ്ററി ആണെങ്കിൽ 10% 22 ആംപിയർ കറണ്ട് മാത്രമാണ് മാക്സിമം അതിലേക്ക് ചാർജിങ് കറണ്ട് പാടുള്ളൂ. അപ്പം നമ്മൾ ഓൾറെഡി 40-45 കറണ്ട് വരുമ്പോൾ അത് ഓവർ ചാർജിങ് ആയി വരാനും MPPT ചാർജിങ് ചെയ്യുമ്പോൾ ബാറ്ററി അത് കംപ്ലൈൻ്റ് ആവാനും കൂടുതൽ ചാൻസസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ എല്ലാവരും ചോദിക്കും MPPTയിൽ റെക്കമെൻഡഡ് ആയിട്ടുള്ള ചാർജിങ് ആംപിയർ സെറ്റ് ചെയ്യാലോ, 22 ആംപിയർ വെച്ചാൽ പോരാ. അപ്പം നമുക്ക് ഒരു ചാർജിങ് കറണ്ട് നമുക്ക് 22 ആംപിയർ വയ്ക്കാം. പക്ഷെ നമ്മൾ ഫുൾ ലോഡ് സോളാറിലേക്ക് ലോഡ് മാറുമ്പോൾ നമുക്ക് മാക്സിമം കറണ്ട് കിട്ടും. നമ്മൾ സോളാർ വയ്ക്കുന്നതിന് നമുക്ക് മാക്സിമം കറണ്ട് ഔട്ട്പുട്ട് കിട്ടും. ഇപ്പം നമുക്ക് 45 ആംപിയർ എന്ന് പറഞ്ഞാലാണ് ഒരു 1000 വാട്ട്സിൻ്റെ അടുത്തൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഒരു 40 ആംപിയർ തന്നെ ലോഡ് മാക്സിമം കിട്ടിയാലേ നമുക്ക് സോഴ്സ് ആ ഒരു ഔട്ട്പുട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ വെക്കുമ്പോൾ ആ ഒരു ഫുൾ കറണ്ട് വന്ന് ഡയറക്റ്റ് ചാർജ് ആവുന്നത് ബാറ്ററിയിലേക്കാണ്. അപ്പോൾ അങ്ങനെ ചാർജ് ആകുമ്പോൾ ബാറ്ററി കൂടുതൽ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവാൻ കൂടുതൽ ചാൻസസ് ആണ് ഓവർ ചാർജിങ് വരുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ ടൈപ്പ് C10 ഈ പറഞ്ഞ ബീക്കണിൻ്റെ ബാറ്ററി 10% വയ്ക്കും. പിന്നെ അതുപോലെ തന്നെ എക്സൈഡ് ബാറ്ററികളൊക്കെ ഉണ്ട്, അവർ കുറച്ചുകൂടി 20%-25% ഒക്കെ ചാർജിങ് കറണ്ട് പറയുന്നുണ്ട്. കറണ്ട് ചാർജിങ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാറ്ററി തന്നെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവും. ഇതുപോലെ ചാർജിങ് വരുന്നത് കൊണ്ടാണ് നമ്മുടെ പെട്ടെന്ന് ബാറ്ററി ഡിസ്ചാർജ് ആവുന്നത്. അതുപോലെ തന്നെ പെട്ടെന്ന് ബാറ്ററിയുടെ വെള്ളം ഡ്രെയിനായി പോകുന്നത്. ഓവറായിട്ട് ചാർജിങ് ഒരിക്കലും ബാറ്ററി ചെയ്യാൻ പാടില്ല. ആ കമ്പനി എത്രയാണ് പറഞ്ഞിട്ടുള്ളത് ആ ബാറ്ററി അത്രയും ചാർജ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഇൻവെർട്ടർ പ്ലസ് വേറെ MPPT വയ്ക്കുമ്പോൾ ഇഷ്യൂ. ഇനി ഇൻബിൽട്ട് MPPT ഇൻവെർട്ടർ വയ്ക്കുമ്പോൾ ഉള്ളത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോളാറിൽ നിന്ന് വരുന്ന കറണ്ട് വരുന്നത് അതിൻ്റെ സിസ്റ്റത്തിൽ വന്നിട്ട് സെപ്പറേറ്റ് ബാറ്ററിയുടെ ചാർജിലേക്കുള്ള കറണ്ട് അത് സെപ്പറേറ്റ് ആയിട്ട് ലിമിറ്റ് ചെയ്തിട്ടുണ്ട്. അത്രയും കറണ്ട് ആംപിയർ മാത്രമേ അതിലേക്ക് പോകുന്നുള്ളൂ. പിന്നെ എക്സ്ട്രാ വരുന്ന കറണ്ട് ഔട്ട്സോഴ്സ് ചെയ്തിട്ടാണ് സോളാർ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നത്. അതാണ് ഇൻബിൽഡ് ആയിട്ടുള്ള ഇൻവെർട്ടറുകളും തമ്മിലും സെപ്പറേറ്റ് ഇൻവെർട്ടറും ബാറ്ററിയും തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെയും മെയിനായിട്ടുള്ള യൂസ്. അപ്പോൾ നമ്മൾ ബാറ്ററി ഏത് സെലക്ട് ചെയ്യണോ അത് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യമാണ്. അപ്പോൾ ഞാൻ സെലക്ട് ചെയ്ത ബീക്കൺ ബാറ്ററി എന്ന നിലയ്ക്ക് 10% ആണ് മാക്സിമം റെക്കമെൻഡഡ് ചാർജിങ് ആംപിയർ. ഇപ്പോൾ 40-45 ആംപിയർ കറണ്ട് വരുമ്പോൾ ഈ ബാറ്ററിക്ക് കയറി ഇറങ്ങി കഴിഞ്ഞാൽ തീർച്ചയായും ബാറ്ററി പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവും. അതാണ് ഈ ഇൻബിൽഡ് ആയിട്ടുള്ള MPPT ഇൻവെർട്ടറും സെപ്പറേറ്റ് ഇൻവെർട്ടറും ബാറ്ററിയും തമ്മിലുള്ള മെയിനായിട്ടുള്ള ഡിഫറൻസ്. സോളാർ പാനൽ എങ്ങനെ നമ്മൾ സെലക്ട് ചെയ്യണം ഒരു ഇൻവെർട്ടറിന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ സെലക്ട് ചെയ്യുന്നത് നമുക്ക് എത്ര ലോഡാണ് വരുന്നത്, നമുക്കൊരു RMS ലോഡ് നമുക്കൊരു മിനിമം ഒരു 300 അല്ലെങ്കിൽ ഒരു 500 വാട്ട്സ് ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ
2.5 ടൈംസ് എക്സ്ട്രാ സോളാർ വാട്ട്സ് നമുക്ക് ഉണ്ടാവണം, അല്ലെങ്കിൽ സോളാർ പാനൽ നമുക്ക് ഉണ്ടാവണം. കാരണം ഒരു 500 വാട്ട്സാണ് ലോഡ് എങ്കിൽ നമുക്കൊരു 1500 വാട്ട്സിൻ്റെ പാനൽ ഉണ്ടെങ്കിൽ മാത്രമാണ് കറക്റ്റായിട്ട് ബാറ്ററിയിൽ നിന്നും ഡിസ്ചാർജ് ആവാണ്ട് നമുക്ക് തുല്യമായ രീതിയിൽ പ്രത്യേകിച്ച് ഡേ ടൈമിൽ നമുക്ക് പോകാനായിട്ട് അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 500 വാട്ട്സിൻ്റെ ലോഡുള്ള സ്ഥലമാണ്, നമ്മൾക്ക് 500 വാട്ട്സ് ലോഡ് മിനിമം ഉണ്ടെങ്കിൽ പകൽ ടൈമിൽ നമ്മളൊരു അതിൻ്റെ 2.5 ടൈംസ് എക്സ്ട്രാ സോളാർ പാനൽ ഉണ്ടെങ്കിലാണ് നമുക്ക് ബാറ്ററിയിൽ നിന്ന് വാട്ട്സ് എടുക്കാണ്ട് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ മാക്സിമം സാധിക്കുള്ളൂ. ഞാൻ എന്തുകൊണ്ടാണ് ഈ 2.5 ടൈംസ് കൂടുതൽ സോളാർ വേണമെന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? സാധാരണ എല്ലാവരും വിചാരിക്കും ഒരു 500 വാട്ട്സ് ഉള്ളൂ, അപ്പോൾ ഒരു 500 വാട്ട്സിൻ്റെ പാനൽ വെച്ചാൽ മതി എന്ന് പറയുന്നത് ഒരു തെറ്റായ ഒരു സെലക്ഷനാണ്. കാരണം നമുക്ക് 500 വാട്ട്സ് ഒരിക്കലും ഒരു സോളാറും കോൺസ്റ്റൻ്റ് ആയിട്ട് തരില്ല. കാരണം ഒരു 500 വാട്ട്സിൻ്റെ ഒരു പാനൽ വെച്ച് നമുക്ക് മാക്സിമം കിട്ടുന്ന എഫിഷ്യൻസി 75% to 85% മാക്സിമം എഫിഷ്യൻസി കിട്ടുക. അപ്പം നമ്മൾക്ക് ഒരു 1000 വാട്ട്സ് എടുക്കുകയാണെങ്കിൽ ഒരു 75% പറയുന്നത് 750 വാട്ട്സാണ് നമുക്ക് അതിൽ നിന്ന് ലോഡായിട്ട് കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് 2.5 ടൈംസ് നമ്മുടെ എത്ര ലോഡുണ്ടോ അതിൻ്റെ 2.5 ടൈംസ് കൂടുതൽ സോളാർ പാനൽ നമ്മൾ കാണണം, അല്ലെങ്കിൽ വാട്ട്സ് കാണണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ കുറഞ്ഞ വാട്ട്സ് വയ്ക്കുമ്പോൾ നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു 1000 വാട്ട്സിൻ്റെ പാനൽ വെച്ച് നമുക്കൊരു 500 അല്ലെങ്കിൽ 600 700 വാട്ട്സ് ലോഡ് ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമുക്ക് സൂര്യൻ എപ്പോഴും കറക്റ്റല്ല വരുന്നത്. അപ്പോൾ ആ ഒരു സൂര്യൻ ചില നേരത്ത് കുറവ് ആംബിയർ വരുമ്പോൾ ഓട്ടോമാറ്റിക് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് വോൾട്ട് കുറഞ്ഞ് ചിലപ്പോൾ നമ്മൾ കൂടുതൽ 2.5 kVയുടെ ഇൻവെർട്ടർ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ കൂടുതൽ ചിലപ്പോൾ ഒരു മിക്സി ഇടുകയോ അല്ലെങ്കിൽ ഒരു അറ്റ് എ ടൈം ഫ്രിഡ്ജ് ഓൺ ആവുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുമ്പോൾ ഒരു 1000 1500 അല്ലെങ്കിൽ ഒരു 1700 ഒക്കെ വാട്ട്സ് എടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ബാറ്ററിയുടെ ഒരു 24 വോൾട്ട് ബാറ്ററി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ബാറ്ററിയുടെ വോൾട്ട് കുറയുകയും ഓട്ടോമാറ്റിക്കായിട്ട് Mppt സോളാറിൽ നിന്നും ഗ്രിഡിലേക്ക് മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ സോളാറിൽ നിന്നും ഗ്രിഡിലേക്ക് മാറി എന്തുണ്ടാവും, പിന്നെ വീണ്ടും ബാറ്ററി ചാർജിങ് എടുത്ത് കയറി വന്നിട്ട് വേണം വീണ്ടും നമ്മുടെ സോളാറിലേക്ക് ലോഡ് മാറും. അപ്പോൾ വരുന്ന പ്രശ്നം, അപ്പോൾ എല്ലാവരും ചോദിക്കും എന്തായാലും സോളാർ എന്തായാലും ചാർജിങ് ആവുന്നുണ്ടല്ലോ, ഇപ്പോൾ പ്രശ്നം ഉണ്ടാവില്ലല്ലോ എന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ ഇതിൻ്റെ മെയിനായിട്ടൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോളാർ പാനൽ അല്ലെങ്കിൽ Mppt യൂസ് ചെയ്യുമ്പോൾ അതിന് ലോഡ് കൊടുത്താൽ മാത്രമേ നമുക്ക് മാക്സിമം നമുക്ക് ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു ബാറ്ററി ചാർജ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ ലോഡ് നമുക്ക് മാക്സിമം അത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫ്ലോ വേണ്ട, നമുക്കൊരു ഊറ്റി എടുക്കണ പോലെ ഒരു എഫക്റ്റ് വരുന്ന പോലെ നമുക്ക് ലോഡ് കണക്ട് ചെയ്താലാണ് കൂടുതൽ ആംബിയർ കിട്ടുള്ളൂ. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ബാറ്ററി ഒരു 27 വോൾട്ടായി 24 വോൾട്ടിൽ 27 വോൾട്ടായി ബാറ്ററി ആയെങ്കിൽ സോളാർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അതിൻ്റെ ചാർജിങ് ആംബിയർ കുറയും, പിന്നെ യൂസ് ചെയ്യില്ല. പിന്നെ ലോഡിലേക്ക് മാറിയാലാണ് പിന്നെ ലോഡ് മാക്സിമം എടുക്കുള്ളൂ. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ 18 അല്ലെങ്കിൽ ഒരു 19 ആംബിയറിലാണ് നിൽക്കണമെങ്കിൽ ലോഡ് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ 20 21 22 കിട്ടും. അപ്പോൾ ഒരു 3-4 ആംബിയർ കൂടുതൽ നമുക്ക് ലോഡ് എടുക്കുമ്പോൾ കുറച്ചുകൂടി കിട്ടും. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മൾ പെട്ടെന്ന് ബാറ്ററി ഡ്രെയിനായി മാറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലോഡ് എടുക്കുന്ന ആംബിയർ നമുക്ക് പിന്നെ കുറഞ്ഞാൽ കിട്ടും. അപ്പം നമുക്ക് അത്രയും കിട്ടുന്ന സോളാർ ഔട്ട്പുട്ട് വേസ്റ്റായി മാറുകയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മൾ പറയുന്നത് 2.5 ടൈംസ് എക്സ്ട്രാ വാട്ട്സ് പാനൽ കണ്ടിട്ട് വേണം എടുക്കാൻ. എൻ്റെ ഒരു സ്റ്റഡിയിൽ നിന്നാണ് ഞാനിത് പറയുന്നത്, എൻ്റെ ഒരു സജഷനാണ്, എനിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് എന്നുള്ള സജഷനാണ് ഞാൻ പറയുന്നത്. സോളാർ ഓഫ് ഗ്രിഡ് ഓൺ ഗ്രിഡിനെ പറ്റി നമ്മൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഇൻവെർട്ടറുകളെ പറ്റി തന്നെ പറയുന്നത് ഓഫ് ഗ്രിഡും ഓൺ ഗ്രിഡും തമ്മിൽ പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, ബാറ്ററി ഉള്ളത് ഓഫ് ഗ്രിഡും ബാറ്ററി ഇല്ലാത്ത ഓൺ ഗ്രിഡുമാണ്. കറക്റ്റാണ്. അപ്പോൾ നമ്മൾ ഓഫ് ഗ്രിഡിൽ നമ്മൾ സോളാർ പാനൽ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ പറഞ്ഞു 2.5 ടൈംസ് എക്സ്ട്രാ ലോഡ് കൂടുതൽ കാണുന്നത് പറഞ്ഞത് ബാറ്ററി ഡ്രെയിൻ ആവാനുള്ള അല്ലെങ്കിൽ ബാറ്ററിയുടെ വോൾട്ടും കൂടി കോമ്പൻസേറ്റ് ചെയ്ത് എടുത്തിട്ട് വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ ബാറ്ററി ഇതിൽ ലൈഫ് കുറയാനായിട്ട് മെയിൻ ചാൻസ് ഉണ്ട്. അപ്പോൾ കൂടുതൽ നമ്മൾ സോളാർ പാനൽ കാണും. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ ടൈം നമ്മൾ സോളാർ പാനൽ പെട്ടെന്ന് തന്നെ സോളാർ ലോഡിലേക്ക് മാറാനായിട്ട് ട്രൈ ചെയ്യുകയാണ് നമ്മൾ മാക്സിമം ട്രൈ ചെയ്യുന്നത്. പിന്നെ ഒരിക്കലും ബാറ്ററിയിലേക്ക് മാറാതെ ഒരു 4 മണി 5 മണി വരെ ടൈമിൽ നമ്മുടെ സോളാർ ലോഡിൽ തന്നെ വർക്ക് ചെയ്യണം.
പിന്നെ വരുന്ന ലോഡിൽ വർക്ക് ചെയ്യുന്ന ഉദ്ദേശിച്ച ബാറ്ററിയുടെ വോൾട്ട് കുറയാതെ മാക്സിമം നിൽക്കാനാണ് നമ്മൾ ഇപ്പോൾ പറഞ്ഞത്. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കും വൈകുന്നേരത്തേക്കൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് അതിൽ നിന്ന് വോൾട്ട് കുറഞ്ഞ് വരികയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ല. നമ്മൾ ഇനി പറയാൻ പോകുന്ന ലാസ്റ്റ് ഒരു പോയിൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. പിന്നെ ലാസ്റ്റിലേക്ക് വെച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി പറയുന്നത് നമ്മൾ ഇൻവേർട്ടറിൽ എടുക്കുമ്പോൾ നമ്മളൊരു 3000 വാട്ട്സാണ് നമുക്ക് ലോഡ് വരണമെങ്കിൽ നമ്മൾ അപ്പോൾ മാക്സിമം കുറഞ്ഞ ബാറ്ററിയിൽ കൂടുതൽ വാട്ട്സുള്ള ഇൻവേർട്ടറുകൾ ഒരിക്കലും എടുക്കരുത്. എപ്പോഴും നമ്മൾ എടുക്കുന്നത് ഒരു മിനിമം ഒരു 24 വോൾട്ട് ബാറ്ററിയിൽ ഒരു 1000, 1200, 1500 വാട്ടുള്ള ഇൻവെർട്ടറുകളാണ് എടുക്കാൻ ട്രൈ ചെയ്യേണ്ടത്. അല്ലെങ്കിൽ നമുക്കൊരു 2000 വാട്ട്സ് ലോഡുള്ളെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായി 36 വോൾട്ടിൽ പോകണം. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് പീക്കായിട്ടുള്ള അല്ലെങ്കിൽ പെട്ടെന്ന് കൂടുതൽ വാട്ട്സ് നമ്മുടെ ബാറ്ററിയിൽ നിന്ന് ഡ്രെയിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് വോൾട്ട് കുറയുകയും ബാറ്ററിക്കും കംപ്ലൈൻ്റ് ആണ്, ഇൻവെർട്ടറും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ കൂടുതൽ എടുക്കാൻ നമ്മൾ ട്രൈ ചെയ്യുക. അപ്പോൾ എല്ലാവരും ചോദിക്കും ബാറ്ററിക്കൊക്കെ കൂടുതൽ റേറ്റ് അല്ല, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു അഫോർഡബിൾ ആകുമ്പോൾ 3 ബാറ്ററി 4 ബാറ്ററി ഒക്കെ സിസ്റ്റം, പിന്നെ മെയിൻ്റെനൻസും കാര്യങ്ങളും കൂടുതലല്ലേ എന്ന് പറയും. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് ഞാൻ പറയുന്നത് ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിനേക്കാൾ കൂടുതൽ നല്ലത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറുകളാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു കറണ്ടൊന്നും അധികം പോകാത്ത സ്ഥലത്തേക്കാണെന്നുണ്ടെങ്കിൽ കൂടുതൽ ഓൺ ഗ്രിഡ് ഇൻവെർട്ടറുകൾ തന്നെയാണ് നല്ലത്. അപ്പോൾ കൂടുതൽ മെയിൻ്റെനൻസും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി നല്ലതാണ്, അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും കുറവാണ്, പിന്നെ കോസ്റ്റും കുറവാണ്, എല്ലാത്തിലും നല്ലതാണ് ഓൺ ഗ്രിഡ് ഇൻവെർട്ടേഴ്സ്. പക്ഷേ കറണ്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കറണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ജനറേറ്റ് അല്ലെങ്കിൽ വേറെ ഒരു ഇൻവെർട്ടർ പോലെ ഓഫ് ഗ്രിഡ് നമ്മൾ കാണണം. അതാണ് ഒരു മെയിനായിട്ടുള്ളൊരു പ്രശ്നം വരുന്നത് ഓൺ ഗ്രിഡ് ഇൻവെർട്ടറിന് വരുന്നത്. പക്ഷേ കറണ്ട് പോകാത്ത സ്ഥലത്ത് വല്ലപ്പോഴും പ്രശ്നമൊക്കെ ഉള്ളൂ എങ്കിൽ നമുക്കൊരു ജനറേറ്റർ അല്ലെങ്കിൽ വേറെ സോഴ്സ് നമ്മൾ കണ്ടാൽ മതി. അപ്പോൾ തീർച്ചയായും ഓൺ ഗ്രിഡാണ് നല്ലത്. അപ്പോൾ ഓഫ് ഗ്രിഡ് ഇൻവെർട്ടറിൽ തന്നെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യേണ്ടത് കൂടുതൽ ബാറ്ററി വോൾട്ടുകൾ നമ്മളെപ്പോഴും തിരഞ്ഞെടുക്കുക. അപ്പോൾ കറണ്ട് ലോസും കാര്യങ്ങളും ആംബിയറൊക്കെ കുറവായിരിക്കും നമുക്ക് ഉണ്ടാവുക. ബാറ്ററിക്ക് ലൈഫ് കിട്ടും, ഒരു 5 വർഷം എന്നുള്ള ഒരു 7 വർഷം 8 വർഷമൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ ഒരു ലാസ്റ്റ് ഒരു പോയിന്റ് പറയും, നമ്മൾ MPPT ഇൻവേർട്ടറുകൾ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വരുന്ന MPPT അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ബാറ്ററി അല്ലെങ്കിൽ സോളാർ ടു ഗ്രിഡ് നമ്മൾ ചേഞ്ച് ചെയ്യില്ലേ, സോളാർ അല്ലെങ്കിൽ സോളാറിന്ന് ഗ്രിഡിലേക്ക് അത് ചേഞ്ച് ചെയ്യുന്ന വോൾട്ട് കുറച്ചൊരു 11.5 തൊട്ട് 12 അല്ലെങ്കിൽ 11.8, 9 ഒക്കെ ആയിട്ട് സെറ്റ് ചെയ്യുക. അപ്പോൾ കൂടുതൽ ബാറ്ററിക്ക് ലൈഫ് കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കപ്പ് കുറച്ച് കുറയും, എന്നാലും കുഴപ്പമില്ല. കുറച്ചും ബാറ്ററി ആണല്ലോ നമുക്ക് മെയിൻ്റെനൻസും കാര്യങ്ങളും വരുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു 2 ബാറ്ററി ഒരു 220 AH ബാറ്ററി മേടിക്കാമെന്ന് പറയുന്നത് ഭയങ്കര എക്സ്പെൻസീവാണ്. അപ്പോൾ നമ്മളൊരു 5 വർഷം കഴിഞ്ഞ് വീണ്ടും അതിനെ ആ ഒരു കോസ്റ്റ് നമ്മളെന്ന് പറയുമ്പോൾ നമുക്ക് സോളാർ വയ്ക്കുന്നത് നഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ബാറ്ററി ലൈഫ് എപ്പോഴും കൂടുതലായിരിക്കാനാണ് നമ്മളിപ്പോൾ ഇൻവെർട്ടർ ഇപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഒരു സാധാരണക്കാരൻ എങ്ങനെ ഇൻവെർട്ടർ വാങ്ങിക്കാം എന്നുള്ള വീഡിയോ ആണ് നമ്മളിപ്പോൾ ഫുള്ളായിട്ട് പറഞ്ഞത്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് തെറ്റുണ്ടെങ്കിൽ അതിലൊന്ന് ജസ്റ്റ് ഒന്ന് എനിക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ പോകുന്നുണ്ടെങ്കിൽ വളരെ യൂസ്ഫുൾ ആവും. അപ്പോൾ ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ എക്സ്പീരിയൻസും ഞാൻ റെഫർ ചെയ്തിട്ടുള്ള പുറത്തുനിന്ന് റെഫർ ചെയ്തിട്ടുള്ള എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവട്ടെ. അതുപോലെ തന്നെ ഞാൻ നെക്സ്റ്റ് പല വീഡിയോസും സോളാർ ഇൻവെർട്ടർ നമ്മൾ ചെയ്യുന്നുണ്ട്. MPPT കറക്റ്റായിട്ടുള്ള രീതിയിൽ നമുക്ക് ഒരു ബ്രാൻഡിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒരു ടെക്നോളജിനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു. നമ്മൾ എല്ലാം ഒരു റെഫറൻസ്, നമ്മളൊരു തേർഡ് പാർട്ടി അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു എക്സ്പീരിയൻസും എൻ്റെ സജഷൻസ് എല്ലാം കൂടിയിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പുറത്തുനിന്നുള്ള ഒരു ബ്രാൻഡിനും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക ഒന്നും ചെയ്യില്ല. നമുക്ക് കണ്ടത് നമ്മുടെ എക്സ്പീരിയൻസിലുണ്ടെങ്കിൽ നമ്മൾ പറയും. അതാണ് എൻ്റെ മാക്സിമം ചെയ്യുന്ന വീഡിയോസിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക.